എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സമയം 9:04 ആയിട്ടുണ്ട്. 30/6/2025 ഈ മാസത്തെ ലാസ്റ്റ് ഡേ ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മന്ത് ആയിരുന്നു ഈ ഒരു മാസം. അപ്പോൾ നേരെ എന്താണ് ഇന്നത്തെ കണ്ടീഷൻ, എങ്ങനെയാണ് മാർക്കറ്റിൽ ഇന്നത്തെ മൂവ്മെൻറ്റ്? കാരണം മെജോറിറ്റി പത്രത്തിലാണെങ്കിലും പത്രം തുറന്നപ്പോൾ തന്നെ ഫസ്റ്റ് പേജിൽ എങ്ങാണ്ടും ഉണ്ട് മാർക്കറ്റ് നിഫ്റ്റി പുതിയ തലങ്ങളിലേക്ക് യാത്രയാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അതങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ചാർട്ട് എന്ത് പറയുന്നു അത് മാത്രമേ ഞാൻ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ഫോളോ ചെയ്യാറുള്ളൂ. മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്യാം, താഴത്തേക്ക് പോവുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്യാം. പിന്നെ കുറേ ഒക്കെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. കോമൺലി എല്ലാവരും ചിന്തിക്കുന്നത് ഒരു സ്ഥലത്തേക്കായിരിക്കും, പക്ഷെ അതിന് ഓപ്പോസിറ്റായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിയിലേക്കാണ് അല്ലെങ്കിൽ അപ്പർ സൈഡിലേക്കാണ് ഞാൻ മൂവ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിലും ആ അപ്പർ സൈഡിലേക്കുള്ള മൂവിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാനിന്ന് വളരെ ടൈറ്റായിട്ട് യൂസ് ചെയ്യും. ചിലപ്പോൾ ചറപറ 2-3 തവണയൊക്കെ അടിച്ചു പോകാനായിട്ടുള്ള ചാൻസും ഉണ്ടെന്നുള്ളത് ഇന്നത്തെ എൻ്റെ മൈൻഡിൽ ഞാൻ കണക്കാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഏകദേശം 9:05 ആയപ്പോൾ ഏകദേശം ഒരു ചെറിയ അപ്സൈഡ് 22 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡാണ് മാർക്കറ്റിൽ വന്ന് നിൽക്കുന്നത്. അതൊരു 2250 നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകും? അപ്പോൾ അതിന് ചാർട്ട് 30 മിനിറ്റിലേക്ക് ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഏരിയ കിട്ടുന്നില്ല. പിന്നെ 1 അവറിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. അതും പോരാഞ്ഞിട്ട് വേണമെങ്കിൽ 1 ഡേയിലേക്ക് ഇട്ട് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്യാറുണ്ട്. ചെറിയ ടൈം ഫ്രെയിം ഏരിയ കൂടുതൽ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ RSI ഓൾറെഡി 1 ഡേയിൽ അപ്പർ സൈഡിലേക്കാണ് ഓൾമോസ്റ്റ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ 25,900 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ അവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, ഒരു ഡോജി ക്യാൻഡിലുണ്ട്. അവിടെയൊക്കെ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഇനി നടക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം വരച്ചു വെച്ചതാണ് ലെവലുകളൊക്കെ, അതൊന്നും കൂടെ രണ്ടാമത് വരക്കാം. അപ്പോൾ ഈ ബ്ലൂ ലൈൻ ഒന്നാമത്തെ ബ്ലൂ ലൈനാണ്. പിന്നെ അതേ ഡേറ്റിൻ്റെ ഹൈ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റിൻ്റെ, അതായത് 1-ാം തീയതി ഒക്ടോബർ 1-ാം തീയതി ഡേ ലോവും ഡേ ഹൈയും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്ലോസ്ലി സൂം ചെയ്യാം. അതിൻ്റെ ഡേ ഹൈയും ഡേ ലോവും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പാണ്. പിന്നെ അതിനിടക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലെങ്കിലും ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ലെവലും കൂടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 15 മിനിറ്റ്സിലേക്ക് പോവാം. ഇത് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ വരച്ചിട്ടതാണ്. ഹൈ വോളിയൊക്കെ മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യട്ടെ എന്നുള്ള കൺസെപ്റ്റിലാണ്. ഇതിനിടയിലുള്ള 2 ഹിഡൻ റെസിസ്റ്റൻ്റ് ഏരിയയും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25,770 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ അല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഒരു 60% എങ്കിലും 25,770 മുകളിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം.
ഒരു 60% എങ്കിലും, എങ്കിലേ ആ ഒരു ട്രെൻഡ് മുകളിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 2-3 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ, അതായത് ഇൻസൈഡ് ബാർ ക്യാൻഡിലാണോ ഡോജി ക്യാൻഡിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ലെവൽ എന്ന് പറയുമ്പോൾ, കാരണം ഇന്ന് ഇത്ര സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി മാർക്കറ്റിൻ്റെ ട്രെൻഡ് നിൽക്കുന്നത് ഹൈയിലേക്കാണ്. അപ്പോൾ എല്ലാവരും ഹൈയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ ഫ്ലക്ച്വേഷൻ, അതായത് വോളിയം നല്ല രീതിയിൽ കൂടാനായിട്ടുള്ള പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടൈറ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ 21 ആകുമ്പോഴത്തേക്കും ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇടുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഞാനിന്ന് ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് വരാനും ഒക്കെയുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ലെവലാണ് 25,770 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെയുള്ള റെസിസ്റ്റൻറ്റ് 25,817 ആണ്. പിന്നെയുള്ള റെസിസ്റ്റൻറ്റ് 25,580 ആണ്. പിന്നെയുള്ള റെസിസ്റ്റൻറ്റ് 25,890 ആണ്. അതിൽ ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് ഐസും കൂടെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള ഏരിയാസ് വളരെ കുറഞ്ഞ ഇതേ ഉള്ളൂ. കാരണം ആ ഭാഗത്ത് മാർക്കറ്റിൽ നിന്ന് നിൽക്കാൻ ചാൻസ് ഇല്ല എന്നാണ് കൂടുതലും മനസ്സിലാക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഹൈ വോളിയമൊക്കെ ജനറേറ്റ് ചെയ്താൽ 26,000-ലേക്ക്, അത് ഇന്ന് തന്നെ പോകുമെന്ന് ഉറപ്പൊന്നുമില്ല. 26,000 ആണ് ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ലെവലും സപ്പോർട്ടായിട്ടുള്ള ലെവൽ 25,500 ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 ലെവലുകൾ. മാർക്കറ്റ് എന്താ പറയണ്ടേ, ഈ ഹൈ വോളിയം ലോട്ടറി കോളൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ 2 ലെവലിന്, അതായത് 26,000 ലെവലിലേക്കും, ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, 25,500 ഭാഗത്തേക്കുള്ള മൂവ്മെൻ്റ് ആണ് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയസ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ആദ്യത്തെ 15 മിനിറ്റ്സിൽ 60% ക്ലോസ് ആവാതെ നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ, SMA ഓൾറെഡി ടച്ച് ചെയ്തതുപോലെ കാണിക്കുന്നുള്ളൂ, പക്ഷെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു 25,770 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 25,745-ലേക്കോ 25,680-ലേക്കോ ഉള്ള ഫാള് ഞാൻ തീർത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ ആദ്യത്തെ 2-3 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്നാലും ഞാൻ കൂടുതലും ഈ സൈഡിലേക്കുള്ള ഒരു ചായ്വ് വരാനായിട്ടുള്ള പ്രതീക്ഷ മനസ്സിൽ കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 30 മിനിറ്റിൽ RSI ഓൾറെഡി ഡൗൺ സൈഡ് നിൽക്കുന്നുണ്ട്. RSI ഗ്രീനിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്, ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. പിന്നെ 1 അവറിൽ RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, SMA താഴെയാണ് നിൽക്കുന്നത്. അതേപോലെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അതൊരു ഇത്തിരി വീക്കായിട്ടുള്ള വോളിയം ഉണ്ടെങ്കിലും ഒരു മാഗ്നറ്റിക് പവറുള്ള ക്യാൻഡിലാണ്. അതേപോലെ SMA താഴെയാണ്, RSI ക്രോസ് ഓവർ വക്കിൽ നിൽക്കുകയാണ്. 2 അവറിലും RSI മുകളിലാണ്, SMA ഇത്രയും താഴത്ത് നിൽക്കുമ്പോൾ ഒരു പരിധി കൂടുതൽ മുകളിലേക്ക് പോകും എന്ന് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. ആ മൂവ്മെൻറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷനും കൺസോൾട്ടേഷനൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തിരി പറഞ്ഞ പോലെ ന്യൂസും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അനലൈസേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇതൊരു പ്ലാൻ A ആണ്. പ്ലാൻ B ആ സമയത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നേരെ സ്ട്രൈക്കിലേക്ക് പോകാം. ഫൈനലി ക്ലോസ് ആയിരിക്കുന്ന 23 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ആയിട്ടിരിക്കുന്നത് മാർക്കറ്റ്. അതൊന്നും നല്ലൊരു ക്ലോസിംഗ് ആണെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 25,500-ൻ്റെ C ആണ്. അത് നിലവിൽ 22 പോയിന്റ് ആണ്. അപ്പോൾ 250 എന്നുള്ള ലെവല് നല്ല വോളിയത്തിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പോയി ഹിറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 250-53 ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 268-ലേക്ക് ഫോക്കസ് ചെയ്യും. അല്ലാത്ത പക്ഷം RSI തിരിച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും 237-ലേക്കോ 228-ലേക്കോ 210-ലേക്കോ മാർക്കറ്റ് ഫാളാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 225 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡംപ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും P-യിലാണ് ലെവലുകൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ 205-ന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ അത്രോളം കാലം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്താലും അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് മാർക്കറ്റ് മൂവ് ചെയ്താൽ 205-ന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ 211-ലേക്കുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഞാൻ ഫോക്കസ് ചെയ്യും.
205 മുകളിലോട്ട്. ഇപ്പോൾ താഴത്തുനിന്ന് ഈ ഒരു ലെങ്തി ക്യാൻഡലിൻ്റെ ലോവിൽ നിന്നൊക്കെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറിയാൽ 205 മുതൽ 211 വരെയുള്ള ഒരു 6 പോയിന്റ് ഒരു 3 ലോട്ടിലൊക്കെ ഇട്ട് സ്കാൽപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങൾ വരില്ല. പിന്നെ അവിടുത്തെ റിജക്ഷന് ശേഷമുള്ള ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ 227, 241, 249, 280 ഇതൊക്കെയാണ് മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്ന പിയുടെ ഏരിയാസ്. അപ്പം ഞാൻ മെജോറിറ്റി പിയിലേക്കാണ് എൻ്റെ മൈൻഡ് കിടക്കുന്നത്. ബട്ട് സിയിലേക്കുള്ള മൂവ്മെന്റ് കിട്ടിയാൽ എടുക്കണോണ്ട് തെറ്റൊന്നുമില്ല. ഇത് പ്ലാൻ എ ആണ്, പിയിലേക്കുള്ളതാണ് പ്ലാൻ എ. പ്ലാൻ ബി ആണ് ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അത് ടെക്നിക്കലി ഞാൻ നോക്കിയിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ബാക്കി അതിന് ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ. എന്താണെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത പ്ലാനിൻ്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് മൂവ് ചെയ്താൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എടുക്കേണ്ട സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും. അതായത് എന്താ പറയണ്ടേ, നമ്മൾ ഡിസിഷൻ എടുക്കാൻ വൈകും തോറും സ്റ്റോപ്പ് ലോസ് വലുതാവും, ടാർഗറ്റ് ചെറുതാവും. നമ്മൾ ഡിസിഷൻ ക്വിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ചെറുതാവും, ടാർഗറ്റ് വലുതാവും. അത് മാർക്കറ്റിൽ ഭാവിയിൽ നല്ലൊരു രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 208 ആയിട്ടുണ്ട്. 210 പിയിലാകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. 210, 214, 216, 220 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 237ലേക്ക് CE കൺസോൾട്ടേഷൻ സോണിലേക്ക് വരുമ്പോൾ, അതായത് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് പിയിലാണ് ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്തത്. സിയിലെ മൂവ്മെൻറ്റ് ഞാൻ ചെറിയ ടാർഗറ്റുകളെ ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഞാൻ എന്താ പ്രതീക്ഷിച്ചത്, മാർക്കറ്റ് താഴത്ത് പോയിട്ട് തിരിച്ച് കയറി വരുമ്പോൾ 205 എന്നുള്ള മൂവ്മെൻറ്റ് 216 വരെ ലോട്ട് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ അത് കോൺസെൻട്രേഷൻ ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രയോറിറ്റി. അത് SMAയിൽ 216 വരെ കൂട്ടിയിട്ടുണ്ട്. 11ൻ്റെ കൂടെ ഒരു 5 പോയിന്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 205 തൊട്ട് 216 വരെ. ഇനിയും 220, 227ലേക്കൊക്കെ ഉള്ള ലെവല് പിയിൽ കിടപ്പുണ്ട്. അതായത് 225 എന്നുള്ള ഈ ഒരു സിയുടെ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 210ലേക്ക് ഇനി ഡൗൺ ആവണം. അപ്പോൾ എഗെയിൻ 216ലേക്കുള്ള ഒരു മൂവ് എഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ 220, 227ലേക്ക് മാർക്കറ്റ് പോകണം. 220 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം മെജോറിറ്റി ആളുകളും രാവിലെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തപ്പോൾ ഞാൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിന് ഓപ്പോസിറ്റ് പിയിലേക്കാണ് കൂടുതൽ ടാർഗറ്റ് ലെവലുകൾ ഫോക്കസ് ചെയ്തത്. അത് ന്യൂട്രൽ ഓപ്പൺ ആയതുകൊണ്ട്. ഇനി അതിങ്ങനെ സ്റ്റേ ചെയ്ത് 227ലേക്കൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. 220 ഒരു വെച്ച ലെവലായിരുന്നു. 14 മുതൽ 20 വരെ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ നിലവിൽ കയ്യിലുള്ള സാധനം മെജോറിറ്റിയിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഒരു 205ലേക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് 227ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇനി പോകാതെ നിവർത്തിയില്ല. ഓക്കെ, 230ലേക്കുള്ള ലെവല് മാർക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള റിജക്ഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ 241 അടുത്ത റിജക്ഷൻ പോയിന്റ്. 227 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 230 സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇനിയുള്ളത് 241. 241, 249, പിന്നെ ഉള്ളത് 280. അപ്പോൾ എന്താ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ നടന്നിട്ടില്ല. അപ്പം അതാണ് ഈ ന്യൂസിൻ്റെ പുറകെ ഞാൻ പോകാത്തതിൻ്റെ റീസൺ. പഠിച്ച ചാർട്ടിൻ്റെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.5 വർഷം ചാർട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് കൂടുതലും ഞാൻ ചിന്തിക്കാറ്. ഞാൻ ന്യൂസിൻ്റെ പുറകെ പോയിരുന്നെങ്കിൽ എനിക്ക് 250 ബ്രേക്ക് ചെയ്തപ്പോൾ സിയുടെ മൂവ്മെൻ്റ് എടുക്കായിരുന്നു. പക്ഷേ ഞാൻ ചാർട്ടിൻ്റെയും ഞാൻ വിശ്വസിക്കുന്ന സ്ട്രാറ്റജിയുടെയും പുറകെ പോയത് കൊണ്ടാണ് എനിക്ക് പിയിലെ മൂവ്മെൻറ്റ് കിട്ടിയത്. ഇനിയുള്ള 241 എന്നുള്ള ലെവല് ഏകദേശമൊക്കെ എത്തേണ്ട ലെവലാണ്. 241 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 249. അപ്പോൾ 210 ഭാഗത്തേക്ക് ഇത് എത്തി. 210 ഭാഗത്തേക്ക് എന്തെത്തി, സി എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിൽക്കില്ല. ഈ ഒരു ഗ്രീൻ ക്യാനിൽ ഒരു ഇത്തിരി വീക്കാണ്. 203 ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും വരണം. 210 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഒരു 7 പോയിന്റും കൂടെ മാർക്കറ്റ് ഡൗൺ ആവാനായിട്ടുണ്ട്.
RSI ഓൾറെഡി പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ഒരു ബ്ലൂ ലൈൻ എടുത്ത് മാറ്റാം. അപ്പോൾ 203ലേക്ക് സി വരുമ്പോൾ പി എവിടെയാണ് നിൽക്കണതെന്നും കൂടെ നോക്കണം. അത് ഒരു ഇത്തിരി പാടാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലാണ്, എന്നാലും അത് ബ്രേക്ക് ചെയ്യില്ലയോ എന്ന് നോക്കാം. അപ്പോൾ 203ലേക്ക് മാർക്കറ്റ് സി ഡൗൺ ആകുമ്പോൾ പി 249ലേക്ക് എത്തുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ അവിടെ നിന്ന് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ 279, 280, 285 ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇത് 227 കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് കുറച്ച് അവിടെ കിടന്നൊന്ന് സ്ട്രഗിൾ ചെയ്യട്ടെ, അതിനുശേഷം അടുത്ത മൂവ്മെൻറ്റ് നോക്കാം. സിയുടെ ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. ഈ റെഡ് ക്യാൻഡിൽ അത്ര ജെന്യൂൻ ആയിട്ടുള്ള ക്യാൻഡിലൊന്നുമല്ല. ഈ ക്യാൻഡിലിൻ്റെ ഓപ്പൺ ബ്രേക്ക് ചെയ്ത ഈ ഭാഗത്തേക്ക് ഒരു ക്വിക്ക് സ്കാൽപ്പിംഗ് ഉണ്ടാവും. ഞാൻ മെയിൻലി നല്ല റൈഡ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ മാത്രം 280ലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് തന്നെ സിയിൽ ചെറിയൊരു മൂവ്മെൻറ്റ് വല്ലതും കിട്ടുമെന്ന് നോക്കാം. സിയിൽ ചെറിയ മൂവ്മെൻറ്റ് എവിടെ വരെ കിട്ടണം? കിട്ടുവാണെങ്കിൽ 235 വരെ, 225 സോറി 235 അല്ല 225. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്, ഈ ഒരു റെഡ് ക്യാൻഡിൽ വീക്കാണ്, അത് തിരിച്ചു മുകളിലോട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ബ്ലൂ ലൈൻ വരെ. 21 നിന്ന് 225 വരെയുള്ള 4 പോയിന്റ് കിട്ടിയാലും അതും പ്രോഫിറ്റബിൾ ആണ്. ഇനി എവിടെയാ 235ൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്താൽ ബാക്കി പിയുടെ 249, 280 എവിടെയൊക്കെ പീക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അതൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ സമയം 9:23 ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇനി 235ൻ്റെ മുകളിൽ ക്യാൻഡിൽ മൂവ് ചെയ്താൽ എഗെയിൻ പിയിലേക്ക് നോക്കാം. എവിടെ നോക്കാം? 35 നിന്ന് 41 വരെയുള്ള ഒരു 6 പോയിന്റ്, അല്ലാതെ ഒരു കാരണവശാലും പിയിലേക്ക് നോക്കില്ല. കാരണം കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ കുറേ നേരം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിട്ടേ അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് എങ്ങോട്ടാണെന്ന് തീരുമാനിക്കത്തുള്ളൂ. അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ 243 ആയിട്ടുണ്ട്. 45, 47, പിന്നെ ഉള്ളത് 53, പിന്നെ ഉള്ളത് 68ആണ്. കാരണം ഇവിടെ 196 എന്നുള്ള ഒരു വൈറ്റ് ഡോട്ടിലേക്ക് പി വന്നിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് 205ലുണ്ട്. ഈ വൈറ്റ് ഡോട്ട് ഒരിക്കലും ഒരു നിസ്സാരക്കാരനല്ല. നിസ്സാരക്കാരനായിട്ട് വൈറ്റ് ഡോട്ടിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് ഒരു സ്ട്രഗിൾ വരുന്നത്. ആദ്യത്തെ റെസ്പെക്റ്റ് ആണ്. എഗെയിൻ ആ റെസ്പെക്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 196ലേക്ക് ഒരു ഡൗൺ അടിക്കും. അങ്ങനെ ഡൗൺ അടിക്കുമ്പോൾ CE 47, 45, 47 എന്നുള്ള ലെവലിലേക്ക് പോയി ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം RSI വീണ്ടും സിയിലേക്ക് റീക്രോസ് ഓവർ ആവുന്നുണ്ട്. മാക്സിമം ഈ സിയിൽ ഇപ്പോൾ ഈ ഡൈവർജൻസ് ഇനി സിയിലേക്ക് വന്നാൽ 45, 47, 50 ഒരു പീക്ക് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 268 ഭാഗത്തേക്ക് സിയിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയാൽ 68, 71 റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പം അതിൽ 47, 50 ഒന്ന് കവറപ്പ് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പം മേജറായിട്ടുള്ള റിജക്ഷനാണ് 45, 47, 50. ഇവിടെ എവിടെയാണ് റിജക്ഷൻ ആവണമെന്ന് നോക്കണം. അപ്പോൾ പിയുടെ മൂവ്മെൻറ്റ് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് വെച്ചാൽ 30 മിനിറ്റിൽ ഇവിടെ വൈറ്റ് ഒരു ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ SMAയിലേക്ക് മാർക്കറ്റ് ഡൗൺ ആവും. 1 അവറിൽ അതേ ഡോട്ട് അവിടെ ഉണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് SMAയിലേക്ക് ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് 260 വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ദെൻ ഇവിടെയുള്ള സിയുടെ ഒരു മൂവ്മെൻ്റ് ആണ്. അത് 194 തൊട്ട് 208 വരെ. SMA അല്ലെങ്കിൽ 213 അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ ലൈൻ 260 വരെ എന്താ പിയുടെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 2 മിനിറ്റിൽ RSI ക്രോസ് ഓവർ സിയിലേക്ക് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ 207, 209, 208, 211 അതാണ് നോർമലായിട്ടുള്ള ഒരു റിജക്ഷൻ പോയിന്റ്. 3 ലോട്ടാണ്. 194 ആവറേജിങ് ബൈ പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് 206 എത്തിയിട്ടുണ്ട്, 207 എത്തിയിട്ടുണ്ട്, 207.80, 208, 208 ഒരു തരം, 208.95, 209 ഇതിവിടെ ക്ലോസ് ചെയ്യാം. ഇനി കുറച്ച് നേരം ഒന്ന് ഫ്ലക്ച്വേഷൻ ചെയ്തിട്ട് എഗെയിൻ 230,
ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ അഗെയിൻ സിയുടെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നടക്കും. അത് ആദ്യമേ 30 മിനിറ്റിൽ അല്ലെങ്കിൽ 1 അവറിൽ പറഞ്ഞ വൈറ്റ് ഡോട്ടിലാണ് ആദ്യം ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ 25 680 എങ്ങാനും മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ നോക്കിക്കോ, മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിനായിരിക്കും താഴത്തോട്ട് വരുന്നത്. ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരുമ്പോൾ SMA ഇതൊക്കെ കൂടെ ഒരുമിച്ച് ഈ ഒരു ഭാഗത്ത് വട്ടം ചുറ്റി നിൽക്കും. 184 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഒരു അടി അടിച്ചാൽ മാർക്കറ്റ് 267 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് പിയിൽ പോയി നിൽക്കുന്നത് 280-ലായിരിക്കും. ഈ SMA തീരുമാനിക്കും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകണോ താഴത്തോട്ട് പോകണോ എന്നുള്ളത്. കാരണം ഇവിടെ വൈറ്റ് ഡോട്ട് ഗ്രീൻ ലൈൻ SMA വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രൈ സപ്പോർട്ടാണ്. പിന്നെ രണ്ടാമത്തെ കേസ് 1 അവറിൽ ഇത്രയും ഗ്യാപ്പിലാണ് SMA നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തീരുമാനിക്കും, ഈ ഒരു 25,680 തീരുമാനിക്കും മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് പോകണോ SMAയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് 11 മണിക്ക് മുമ്പ് അറിയാൻ പറ്റും. 184 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ സി ഡൗണും ആവത്തുള്ളൂ, പി അപ്പ് ആവത്തുള്ളൂ. രാവിലത്തെ സിസ്റ്റം പ്രകാരം മാർക്കറ്റ് 327, 219, 289 ഒക്കെ മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തു. ഇനി ഒരു സ്ഥലം കൂടെ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ളൂ, 344. അതും കൂടെ റീച്ച് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ പുറകെ നോക്കാം. അതിനോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ എവിടെയാണ് പോയി നിൽക്കണത് എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഫ്യൂച്ചർ ചാർട്ട് 30 മിനിറ്റിൽ SMAക്ക് താഴെയാണ്, 1 അവറിൽ SMA ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ്. ടച്ച് ചെയ്തില്ല എന്നും പറയാം. ഇനി ഇവിടെ നിന്നൊരു സ്പൈക്കും കൂടെ താഴത്തോട്ട് അടിക്കാനുണ്ട്. കാരണം 30 മിനിറ്റിൽ 1 അവറിൽ RSI ഓൾറെഡി 50% ഡൈവർജൻസ് ആയി നിൽക്കുകയാണ്. SMAയിൽ സപ്പോർട്ട് എടുത്തതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് റിജക്ഷൻ കാണിക്കണത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇൻ കേസ് വല്ല ഡോജി ക്യാൻഡിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിലാണ് ഫോം ചെയ്ത് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഈ 1 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനിയും 46 മിനിറ്റ് ബാക്കിയുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഡംപ് താഴത്തോട്ട് അടിച്ചാൽ 25,564 എന്നുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് മാർക്കറ്റ് വരണം. ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഫൈനലായിട്ട് 344 എന്നുള്ള ലെവലും കൂടെ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ RSI ഓൾറെഡി 5 മിനിറ്റിൽ ക്രോസ് ഓവറാണ്. അത് റെഡിലേക്ക് കയറുന്ന സമയത്ത് മാർക്കറ്റ് പോയി നിൽക്കുന്നത് 344 ആണ്. 344ൻ്റെ മുകളിൽ മാർക്കറ്റ് എവിടെ നിൽക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് എടുത്തിരിക്കുന്ന 25,592 എന്നുള്ള ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് 25,564 എന്നുള്ള ബ്ലൂ ലൈനിൽ വന്നിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൂടെ ഓൾമോസ്റ്റ് ടാലിയാവും. അതോടുകൂടി ഇന്ന് രാവിലെ എടുത്ത് പറഞ്ഞ പോലെ പത്രത്തിലും ന്യൂസിലും എല്ലാത്തിലും മാർക്കറ്റ് സിയിലേക്കാണ്. പുതിയ ഉയരങ്ങൾ മാർക്കറ്റ് കീഴടക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 27,000 മേലിലോട്ടൊക്കെ മാർക്കറ്റ് പോവാം, റെക്കോർഡ് വേഗത്തിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാവിലോട്ട് ഈ 1 അവറിൻ്റെ SMA അല്ലെങ്കിൽ ഡൗൺ ഹീറ്റൊക്കെ തന്നെയാണ് നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് 330 ഈ ഒരു റെഡ് ക്യാൻഡിൽ. അപ്പോൾ നിലവിൽ ക്യാൻഡിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ബട്ട് ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്നിരിക്കുന്നത് വീക്ക് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഗ്രീനായിട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോയി നിൽക്കുന്നത് 344-ലേക്കായിരിക്കും. അതായത് മേളിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് താഴത്തോട്ട് വരുന്നതാണോ എന്ന് മാത്രം അറിയേണ്ടതായിട്ടുള്ളൂ. കാരണം ഈ ഒരു RSI റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് ഇത് എക്സിറ്റിനെ പറ്റി ആലോചിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിൻ്റെ ടാർഗറ്റ് 344 ആണ്. ഇതൊരു റെഡല്ല. ഈ റെഡൊന്നും ഒരു റെഡല്ല. എന്നെ സംബന്ധിച്ച് ഈ റെഡൊന്നും ഒരു റെഡല്ല. 344-ലേക്ക് മാർക്കറ്റ് മുട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരുപാട് ടാർഗറ്റുകളൊക്കെ റീച്ച് ചെയ്തു. എൻ്റെ ഒരു ഫൈനൽ ടാർഗറ്റായിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന 344 ആണ്. 344 റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യും.
അപ്പോൾ മാർക്കറ്റ് 332 അപ്പോൾ അതൊരു റെഡ് ക്യാൻഡിലല്ല, അത് മേളിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് താഴത്തോട്ട് വന്നതാണ്. അത് ഓൾമോസ്റ്റ് 332 വരെ പോയിട്ടുണ്ട്. 32ഉം 10ഉം 42, 2 12 പോയിന്റും കൂടെ മതി ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട്. അപ്പം മോർണിംഗിലെ ട്രേഡും പ്രകാരം മാർക്കറ്റിൽ ആദ്യത്തെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായ സ്ഥലമാണിത്. 230 നിന്ന് ഏകദേശം 2, 3, 4 ട്രേഡൊക്കെ ആയിട്ടാണെങ്കിലും മാറി 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 കയറി. അവിടെ നോക്കണ്ട, ഏകദേശം 230 കൂട്ടിയാൽ മതി. 230 കൂട്ടാം, 240 കൂട്ടാം. അപ്പോൾ അവിടെ ഒരു പൊസിഷൻ എവിടെ നിന്ന് കൂട്ടിയാലും കുഴപ്പമില്ല. ചിലവർക്ക് എന്താ പറയണ്ടേ, ഇവിടെ ആദ്യത്തെ മൂവ്മെൻറ്റിൽ ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ്, പിന്നെ രണ്ടാമത് എഗെയിൻ 240 ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്, ഇവിടെ ഒന്നും കൂട്ടണ്ട. 240 എന്നുള്ള മൂവ്മെൻറ്റ് മാത്രം കൂട്ടിയാൽ മതി. 240 എന്നുള്ള ലെവലിൽ നിന്ന് 244, 240 അപ്രോക്സിമേറ്റ് ഇവിടെ ഇടാൻ ലെവൽ 240 അപ്രോക്സിമേറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ മൊത്തത്തിൽ ഉള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ പോയിൻ്റ് കറക്റ്റ് 344 വരുമ്പോൾ കറക്റ്റ് 104 പോയിൻ്റാണ്. അതായത് ഒരു ലോങ് ഡ്രൈവ്, ഇപ്പോൾ രാവിലെ പറഞ്ഞ പോലെ 30 മിനിറ്റിൻ്റെ SMA താഴെയുണ്ട്, 1 അവറിൻ്റെ SMA താഴെയുണ്ട്. ഇത്രയും SMA താഴെ നിൽക്കുമ്പോൾ ന്യൂസ് ബേസ് നോക്കിയിട്ട് എനിക്ക് സിയിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ മെജോറിറ്റി 80% കോൺസെൻട്രേഷൻ ചെയ്യുന്ന പിയിലേക്കാണ്. അത് നല്ല കൺസോൾട്ടേഷനും അതിനൊക്കെ ശേഷം മാർക്കറ്റ് ഫൈനൽ 344 എത്തി നിൽക്കുകയാണ്. 344 എത്തി നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം. ഇതിനിടക്ക് സിയിലൊക്കെ ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിന് ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് എടുത്തു, ആവറേജ് ചെയ്തു, എക്സിറ്റ് ചെയ്തു, വീണ്ടും എടുത്തു, പിന്നെ റീ ആവറേജ് ചെയ്തു. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ റണ്ണിങ് ഒരെണ്ണം പി ആ വഴിക്ക് ലോങ് ഹോൾഡിങ് പോകുന്നു. പക്ഷെ ആ മൂവ്മെൻ്റൊക്കെ ആ വഴിക്ക് നടന്നോട്ടെ. പക്ഷെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ സിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പി ഹോൾഡ് ചെയ്തുകൊണ്ട് എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അതിൽ ആരും തെറ്റുമില്ല. ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് അവിടെ കിട്ടുന്നതിന് എന്നാ കുഴപ്പം? എന്നെ സംബന്ധിച്ച് എനിക്ക് 344 കിട്ടണം, അത്രേ ഉള്ളൂ. ഇപ്പം എന്ത് റെഡ് വന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്. കാരണം ഇവിടെ 1, 2, 3, 4, 5, 6 ക്യാൻഡിലൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്കൊന്നും കയറിപ്പോകുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കയറിപ്പോയാൽ അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാം. ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ കയറിപ്പോയാലും മതി. കാരണം ഇവിടെ ചെറിയൊരു പ്രീവിയസ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ നിലവിൽ റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഒറ്റയടിക്കൊന്നും പോകുമെന്നുള്ള പ്രതീക്ഷയില്ല. റെഡൊക്കെ വന്നിട്ടാണെങ്കിലും ശരി, 3.5 ആയിട്ടാണെങ്കിലും ശരി, 344 എന്തായാലും മാർക്കറ്റ് എത്തണം. ഓക്കെ, മാർക്കറ്റ് 344 ആയിട്ടുണ്ട്. 7706 ആവറേജിങ് പ്രൈസ് 238 ആണ്. 342, 344 പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി അല്ലെങ്കിൽ ഈ മാസത്തെ ലാസ്റ്റ് ഡേ ഇവിടെ തീരുകയാണ്. ഇനി മാർക്കറ്റ് 400-ലേക്കോ 425-ലേക്കോ പൊക്കോട്ടെ, അത് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. സമയം 1:51 ഇനി സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിച്ച് നാളെ 1-ാം തീയതി തൊട്ട് പുതിയൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും വീഡിയോ കാണുന്നവർക്ക് ലൈവ് മാർക്കറ്റിൽ കൂടെ ഇരിക്കണം, ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. നാളെ തൊട്ടുള്ള ലൈവ് റൂമിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഡെക്സിൽ എന്താണ് സംഭവിച്ചേക്കണമെന്ന് കൂടെ നോക്കാം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ശരിക്കും കുറച്ചും കൂടെ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതാണ്. കാരണം 25,564 എന്നുള്ള ലെവലിൽ മാർക്കറ്റിൽ 15 മിനിറ്റ്സിൽ ഏതാണ്ടൊക്കെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് കൂടെ മുട്ടുമ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് കുറച്ചും കൂടെ താഴത്തോട്ട് പോകാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ സേഫായിട്ടുള്ളൊരു സോൺ മനസ്സിൽ കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് നേരത്തെ കൺസോൾട്ടേഷന് ശേഷമാണ് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയത്. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ പോലെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ്
എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത്. RSI സ്റ്റിൽ താഴത്ത് തന്നെയാണ്, ഇതുവരെയും ക്രോസ് ഓവർ ചെയ്ത് റെഡിലേക്ക് കയറിയിട്ടുമില്ല. അപ്പോൾ എനിവേ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ടുണ്ട്, അത് പുറകെ പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു സ്ട്രാറ്റജി എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്കിത് പഠിച്ചാൽ ഇൻ ഫ്യൂച്ചറിൽ എങ്ങനെ ബെനിഫിറ്റ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.